നമസ്കാരം. ദി ഹിന്ദു പത്രത്തിലെയും ലേണേഴ്സ് IAS സ്റ്റഡി നോട്ട്സിലെയും വിവരങ്ങൾ വച്ച് നമുക്കിന്നൊരു പ്രധാന വിഷയത്തിലേക്ക് കിടക്കാം. നമസ്കാരം. അമേരിക്ക ഈയടുത്ത് ദ റെസിസ്റ്റൻസ് ഫ്രണ്ട്, അതായത് TRFനെ ഒരു വിദേശ ഭീകര സംഘടനയായിട്ട് പ്രഖ്യാപിച്ചു. 2025 ഏപ്രിൽ പഹൽഗാമിൽ ഒരു ആക്രമണം നടന്നില്ലേ, 26 പേര് മരിച്ച സംഭവം. അതിന്റെ ഉത്തരവാദിത്തം ഈ TRF ആയിരുന്നു ഏറ്റെടുത്തത്. അതെ. അപ്പോൾ UPSC സിവിൽ സർവീസ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന നിങ്ങൾക്ക് ഈ വിഷയം എന്തായാലും ശ്രദ്ധിക്കേണ്ട ഒന്നാണ്. തീർച്ചയായും. ഇതിന്റെ UPSC പ്രാധാന്യം നോക്കുകയാണെങ്കിൽ പ്രിലിംസിന് അന്താരാഷ്ട്ര ബന്ധങ്ങൾ, പ്രത്യേകിച്ച് ഇന്ത്യ-US ബന്ധം, പിന്നെ നമ്മുടെ ആഭ്യന്തര സുരക്ഷാ വിഷയങ്ങൾ, അതിൽ തീവ്രവാദം, UAPA നിയമം, ഇതൊക്കെ വരും. UN കാര്യങ്ങളും. UN, പ്രത്യേകിച്ച് UNSC 1267 കമ്മിറ്റി, അതും പ്രധാനമാണ്. ഇനി മെയിൻസിലേക്ക് വന്നാൽ GS പേപ്പർ 2-ൽ ഇന്ത്യയും അയൽരാജ്യങ്ങളും പിന്നെ ഈ ഉഭയകക്ഷി, പ്രാദേശിക, ആഗോള ഗ്രൂപ്പുകളൊക്കെ വരും. ശരി, ഇത് കുറച്ചുകൂടി വിശദമായിട്ട് നോക്കാം. അമേരിക്ക TRFനെ ഫോറിൻ ടെററിസ്റ്റ് ഓർഗനൈസേഷൻ, അതായത് FTO-യായും പിന്നെ സ്പെഷ്യലി ഡെസിഗ്നേറ്റഡ് ഗ്ലോബൽ ടെററിസ്റ്റ് അഥവാ SDGT-യായും പ്രഖ്യാപിച്ചു. ഇതിനെ ഇന്ത്യ സ്വാഗതം ചെയ്തിട്ടുണ്ടല്ലേ? ഇന്ത്യ-US തീവ്രവാദ വിരുദ്ധ സഹകരണത്തിൽ ഇതൊരു പ്രധാന സ്റ്റെപ്പായാണ് കാണുന്നത്. അതെ, തീർച്ചയായും. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ TRF എങ്ങനെയാണ് ഉണ്ടായത് എന്നുള്ളതാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ പാകിസ്ഥാൻ ബേസ്ഡ് ആയിട്ടുള്ള ലഷ്കർ എ തോയ്ബ, അതായത് LET, അതിന്റെ ഒരു പ്രോക്സി ഗ്രൂപ്പാണ്. ഓഹോ, അതായത് LETയുടെ ഒരു മുന്നണി സംഘടന. അതെ. ആർട്ടിക്കിൾ 370 റദ്ദാക്കിയതിനു ശേഷം അന്താരാഷ്ട്ര തലത്തിൽ ഉപരോധങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ടെന്ന് കണ്ടപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ LAT തന്നെ ഉണ്ടാക്കിയെടുത്ത പുതിയൊരു പേരാണിത് എന്നാണ് നമ്മുടെ സുരക്ഷാ ഏജൻസികൾ പറയുന്നത്. ശരി. അപ്പോ ഈ പഹൽഗാം ആക്രമണത്തിന് ശേഷം ഇന്ത്യ TRFനെതിരെ ആഗോളതലത്തിൽ തന്നെ നിരോധനം കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. അതിനുവേണ്ടി UNSC 1267 കമ്മിറ്റിക്ക് തെളിവുകളൊക്കെ കൊടുക്കുകയും ചെയ്തു. നമ്മൾ ഇന്ത്യയിലാണെങ്കിൽ 2023 ജനുവരിയിൽ തന്നെ UAPA നിയമപ്രകാരം TRFനെ ഒരു ടെററിസ്റ്റ് ഓർഗനൈസേഷനായിട്ട് പ്രഖ്യാപിച്ചതാണ്. ഇവർ ഈ കാശ്മീർ ഫൈറ്റ് എന്നൊക്കെ പറയുന്ന ഓൺലൈൻ പ്ലാറ്റ്ഫോംസ് ഉപയോഗിച്ച് ഇന്ത്യ വിരുദ്ധ പ്രചാരണം നടത്താനും ആൾക്കാരെ റിക്രൂട്ട് ചെയ്യാനും ആക്രമണങ്ങളുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാനുമൊക്കെ ശ്രമിച്ചിരുന്നുവെന്നും റിപ്പോർട്ടുകളുണ്ട്. അതെ, ഡിജിറ്റൽ സ്പേസ് അവർ നന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇന്നത്തെ കാലത്ത് അതൊരു പ്രധാനപ്പെട്ട കാര്യമാണല്ലോ. അവർക്ക് വേണ്ടി ചില പ്രധാന ആശയങ്ങൾ, കോർ കോൺസെപ്റ്റ്സ് ഒന്ന് ഓടിച്ചു പറയാമോ? ഈ പ്രോക്സി ഭീകര സംഘടന എന്താണെന്ന് ഇപ്പോൾ വ്യക്തമായി. LET പോലൊരു സംഘടന ഉപരോധം ഒഴിവാക്കാൻ വേറൊരു പേരിൽ വരുന്നത്. അതെ, അതുപോലെ FTO ഡെസിഗ്നേഷൻ, ഇത് US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് കൊടുക്കുന്നതാണ്. ഇതിലൂടെ USലുള്ള ആസ്തികളൊക്കെ മരവിപ്പിക്കും, യാത്രാവിലക്ക് വരും. ഓക്കെ. പിന്നെ നമ്മുടെ UAPA, അതായത് നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ തടയൽ നിയമം, ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഭീകരവിരുദ്ധ നിയമമാണ്. സംഘടനകളെയും വ്യക്തികളെയും ടെററിസ്റ്റായിട്ട് പ്രഖ്യാപിക്കാൻ ഗവൺമെന്റിന് അധികാരം കൊടുക്കുന്നു. ശരി. നാലാമതായിട്ട് UNSC 1267 സാങ്ഷൻസ് കമ്മിറ്റി. ഇത് UN സെക്യൂരിറ്റി കൗൺസിലിന് കീഴിലാണ്. അൽ ഖായ്ദ, ISIS ഒക്കെയായി ബന്ധമുള്ളവരെ ഗ്ലോബൽ ടെററിസ്റ്റായി പ്രഖ്യാപിക്കുന്നത് ഈ കമ്മിറ്റിയാണ്. യാത്രാവിലക്ക്, ആയുധ ഉപരോധം, ആസ്തി മരവിപ്പിക്കൽ, അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ TRFനെതിരെ ഇന്ത്യ ഈ കമ്മിറ്റിയിലും നടപടി ആവശ്യപ്പെടുന്നുണ്ട്? ഉണ്ട്, തീർച്ചയായും. ഓക്കെ. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാന ആശയങ്ങൾ. ഇനി നമുക്ക് മെയിൻസ് പെർസ്പെക്റ്റീവിലേക്ക് വരാം. ഈ US നടപടി വലിയ ചിത്രത്തിൽ എന്താണ് അർത്ഥമാക്കുന്നത്? അതാണ് പ്രധാനം. വലിയൊരു പശ്ചാത്തലത്തിൽ നോക്കിയാൽ പാകിസ്ഥാന്റെ പിന്തുണയോടെ അതിർത്തി കടന്നുള്ള ഭീകരവാദം നടക്കുന്നു എന്ന ഇന്ത്യയുടെ കാലങ്ങളായുള്ള വാദത്തിന് ഇത് കൂടുതൽ ബലം നൽകുന്നുണ്ട്. അതോടൊപ്പം ഇന്നത്തെ കാലത്ത് ഭീകര സംഘടനകൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്നും ഇത് കാണിക്കുന്നു. അതായത് പ്രോക്സി ഗ്രൂപ്പുകളെ ഉപയോഗിക്കുക, ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ ദുരുപയോഗം ചെയ്യുക, ഇതൊക്കെ. ഇതിന്റെ നേട്ടങ്ങൾ എന്തൊക്കെയായിരിക്കും? ഇന്ത്യക്ക് ഇതുകൊണ്ട് എന്തു ഗുണമാണുള്ളത്? ഒരു നയതന്ത്ര വിജയമായി കാണാൻ പറ്റുമോ? തീർച്ചയായും അതൊരു നയതന്ത്ര വിജയം തന്നെയാണ്. ഇന്ത്യയുടെ നിലപാടിന് ഒരു അന്താരാഷ്ട്ര അംഗീകാരം കിട്ടിയെന്നു പറയാം. ശരി. രണ്ടാമതായിട്ട് പാകിസ്ഥാന് മേലുള്ള സമ്മർദ്ദം കൂടും. ചിലപ്പോൾ FATF പോലുള്ള സംവിധാനങ്ങൾ പാകിസ്ഥാനെ കൂടുതൽ നിരീക്ഷിക്കാൻ ഇതൊരു കാരണമായേക്കാം. ഓക്കെ. മൂന്നാമത് ഇവരുടെ സാമ്പത്തിക സ്രോതസ്സുകൾ, ഫണ്ടിംഗ്, ആയുധ ഇടപാടുകൾ ഒക്കെ തടയാൻ ഒരു പരിധിവരെ ഇത് സഹായിക്കും.
നാലാമതായിട്ട് ഇന്ത്യ-US ബന്ധം, പ്രത്യേകിച്ച് തീവ്രവാദ വിരുദ്ധ സഹകരണത്തിൽ കൂടുതൽ ശക്തമാകുന്നു എന്നതിന്റെ ഒരു സൂചന കൂടിയാണിത്. എന്നാൽ ഇതിന് ചില പരിമിതികളുമില്ലേ? നമ്മൾ മുമ്പ് കണ്ടിട്ടുണ്ട്, ഒരു സംഘടനയെ നിരോധിക്കുമ്പോൾ അവർ വേറെ ഒരു പേരിൽ വരും. TRF തന്നെ LETയുടെ പ്രോക്സിയാണല്ലോ. അതെ, അതൊരു പ്രധാനപ്പെട്ട ചോദ്യം തന്നെയാണ്. ഇതിന്റെ സാധ്യമായ പരിമിതികൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഒന്ന്, ഇതൊരു പ്രതീകാത്മക നടപടി മാത്രമാണോ? കാരണം പുതിയ ഗ്രൂപ്പുകൾ ഉണ്ടാവാം. ശരിയാണ്. രണ്ട്, ഈ നിരോധനം കൊണ്ട് കശ്മീരിലെ ഗ്രൗണ്ട് ലെവലിലുള്ള പ്രവർത്തനങ്ങളെ എത്രത്തോളം തടയാൻ പറ്റുമെന്നത് കണ്ടറിയണം. സൈബർ കാര്യങ്ങളിൽ ചിലപ്പോൾ നിയന്ത്രണം വരും, പക്ഷേ നേരിട്ടുള്ള പ്രവർത്തനങ്ങൾ അതെ, അതെത്രത്തോളം ബാധിക്കുമെന്ന് പറയാൻ പറ്റില്ല. പിന്നെ ഏറ്റവും പ്രധാനം, പാകിസ്ഥാൻ ശരിക്കും നടപടിയെടുത്തില്ലെങ്കിൽ ഈ നിരോധനം കൊണ്ടുള്ള യഥാർത്ഥ ഫലം കുറവായിരിക്കും. അപ്പോൾ ഇതൊരു പ്രധാന ചുവടുവെപ്പാണ്, പക്ഷേ ഇതൊരു അവസാന വാക്കല്ല. ഇനി മുന്നോട്ടെന്താണ് ചെയ്യേണ്ടത്? ഒരു സമതുലിതമായ കാഴ്ചപ്പാട് എന്തായിരിക്കും? ഇതൊരു നല്ല തുടക്കമാണ്, പക്ഷേ ഇവിടെ നിർത്താൻ പറ്റില്ല. ഇനി ചെയ്യേണ്ടത്, ഒന്ന്, അന്താരാഷ്ട്ര സമ്മർദ്ദം തുടർന്നുകൊണ്ടേയിരിക്കുക, പ്രത്യേകിച്ച് 1267 കമ്മിറ്റി വഴി TRFനെ ഗ്ലോബൽ ടെററിസ്റ്റ് ലിസ്റ്റിൽ പെടുത്താൻ ശ്രമിക്കണം. രണ്ട്, ഈ ഡിജിറ്റൽ ലോകത്തെ ഭീഷണിയെ നേരിടാൻ അന്താരാഷ്ട്ര സഹകരണത്തോടെ കൂടുതൽ ശക്തമായ നടപടികൾ വേണം. സൈബർ സുരക്ഷാ സഹകരണം കൂട്ടണം. മൂന്നാമതായി, നമ്മുടെ ആഭ്യന്തര സുരക്ഷാ സംവിധാനങ്ങൾ, പ്രത്യേകിച്ച് ജമ്മു കാശ്മീരിൽ ഇന്റലിജൻസ്, സൈബർ സെക്യൂരിറ്റി ഒക്കെ കൂടുതൽ ശക്തിപ്പെടുത്തണം. ശരിയാണ്. 4, ഭീകരവാദത്തോട് ഒരു വിട്ടുവീഴ്ചയും പാടില്ല എന്ന നമ്മുടെ സീറോ ടോളറൻസ് നയം, അതങ്ങനെ തന്നെ തുടരണം. അപ്പോ ദി ഹിന്ദു, ലേണേഴ്സ് IS നോട്ട്സ് എന്നിവയെ അടിസ്ഥാനമാക്കി TRFനെതിരായ US നടപടിയെക്കുറിച്ചുള്ള നമ്മുടെ ഈ വിശകലനം ഏകദേശം ഇവിടെ പൂർത്തിയാവുകയാണ്. ഇതിലെ വിവിധ വശങ്ങളും UPC തയ്യാറെടുപ്പിനുള്ള ഇതിന്റെ പ്രാധാന്യവും നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. ഇനി ചിന്തിക്കാൻ ഒരു കാര്യം കൂടി. ഈ ഡിജിറ്റൽ യുഗത്തിൽ ഇതുപോലുള്ള അന്താരാഷ്ട്ര നിരോധനങ്ങൾ അതിർത്തി കടന്നുള്ള സൈബർ തീവ്രവാദത്തെ ശരിക്കും തടയുന്നുണ്ടോ, അതോ ഭീകരസംഘടനകൾ പുതിയ വഴികൾ കണ്ടെത്തുകയാണോ ചെയ്യുന്നത്? എന്തായാലും അടുത്തതായി നമുക്ക് ദി ഹിന്ദു ദിനപത്രത്തിലെ മറ്റൊരു പ്രധാന വാർത്തയിലേക്ക് പോകാം. നമസ്കാരം. ഇന്നത്തെ നമ്മുടെ ഈ ചർച്ചയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് യൂറോപ്യൻ യൂണിയൻ, അതായത് EU, ഒരു ഇന്ത്യൻ എണ്ണ ശുദ്ധീകരണശാലയ്ക്ക് മേൽ പുതിയ ഉപരോധം ഏർപ്പെടുത്തിയതിനെക്കുറിച്ചാണ്. അതെ, റഷ്യ-യുക്രൈൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ഇത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവവികാസമാണ്. തീർച്ചയായും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്കൊന്ന് കടന്നു നോക്കാം, അല്ലേ? എന്താണ് ഇതിലെ കാര്യങ്ങൾ, ഇത് ഇന്ത്യയെ എങ്ങനെ ബാധിക്കും എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം. അപ്പോൾ എന്താണ് ഏറ്റവും പുതിയ വാർത്ത? ഗുജറാത്ത് ആസ്ഥാനമായുള്ള നയാര എനർജി ലിമിറ്റഡ്, വലിയൊരു റിഫൈനറിയാണ്, അവരെ EU അവരുടെ പുതിയ ഉപരോധ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. അതെ, അതിന് പ്രധാന കാരണം എന്താന്ന് വെച്ചാൽ, റഷ്യൻ സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള റോസ്നെഫ്റ്റ്, അതൊരു വലിയ എണ്ണ കമ്പനിയാണ്. അവർക്ക് നയാരയിൽ നല്ലൊരു പങ്കാളിത്തമുണ്ട്. ഏകദേശം ഒരു 49.13%. ഏതാണ്ട് പകുതിയോളം വരും. ഇത് ഒറ്റപ്പെട്ട ഒരു നടപടിയല്ലാന്ന് തോന്നുന്നു, അല്ലേ? വേറെയും ചില കാര്യങ്ങൾ ഇതിനോടനുബന്ധിച്ച് നടന്നിട്ടുണ്ടല്ലോ. ഉണ്ട്. ഇത് ശരിക്കും ഒരു വലിയ നീക്കത്തിന്റെ ഭാഗമാണ്. EU എന്താ ചെയ്തതെന്ന് വെച്ചാൽ, റഷ്യൻ എണ്ണയ്ക്ക് G7 രാജ്യങ്ങൾ ഒരു വിലപരിധി വെച്ചിരുന്നില്ലേ, ഓയിൽ പ്രൈസ് ക്യാപ്പ്, ആ $60 എന്നുള്ളത് അതൊന്നുകൂടി ടൈറ്റാക്കാൻ നോക്കുന്നുണ്ട്. അതുപോലെ റഷ്യൻ ക്രൂഡ് ഓയിലിൽ നിന്നും ഉണ്ടാക്കുന്ന പെട്രോളിയം ഉൽപ്പന്നങ്ങൾ, അതിന്റെ ഇറക്കുമതിക്കും EUവിൽ ചില നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നു. അതായത് റഷ്യൻ ക്രൂഡിൽ നിന്നാണെങ്കിൽ ആ പ്രോഡക്റ്റ് വേണ്ട എന്നാണോ? ഏതാണ്ട് അതെ. പിന്നെ ഈ ഉപരോധം മറികടക്കാൻ റഷ്യ ഉപയോഗിക്കുന്നു എന്ന് പറയുന്ന ഒരു ഷാഡോ ഫ്ലീറ്റ് ഉണ്ട്. കേട്ടിട്ടുണ്ട്. നിഴൽ കപ്പലുകൾ എന്ന് പറയാം. അതിനെതിരെ നടപടികൾ കടുപ്പിച്ചിട്ടുണ്ട്. ഈ ഷാഡോ ഫ്ലീറ്റ്, അതൊരു രസമുള്ള പേരാണല്ലോ. എന്താണ് ശരിക്കും അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഈ ഉപരോധം, പ്രൈസ് ക്യാപ്പ്, ഷാഡോ ഫ്ലീറ്റ്, ഇതൊക്കെ ലളിതമായിട്ടൊന്ന് പറയാമോ? പറയാം. ഉപരോധം അഥവാ സാങ്ഷൻസ് എന്ന് വെച്ചാൽ അറിയാമല്ലോ, ഒരു രാജ്യത്തിന്റെ നയങ്ങളിൽ മാറ്റം വരുത്താൻ, അവരെ സമ്മർദ്ദത്തിലാക്കാൻ മറ്റു രാജ്യങ്ങൾ എടുക്കുന്ന സാമ്പത്തിക അല്ലെങ്കിൽ വ്യാപാര നടപടികളാണ്. ശരി. ഓയിൽ പ്രൈസ് ക്യാപ്പ് എന്ന് പറയുന്നത് റഷ്യയുടെ എണ്ണയിൽ നിന്നുള്ള വരുമാനം കുറയ്ക്കുക, അതാണൊരു ലക്ഷ്യം. മറ്റൊന്ന്, ആഗോള വിപണിയിൽ എണ്ണവില വല്ലാതെ കൂടാതിരിക്കാനും നോക്കണം. അതിനായി G7 രാജ്യങ്ങൾ കൊണ്ടുവന്ന ഒരു തന്ത്രമാണ്. ആ നിശ്ചയിച്ച വിലയ്ക്ക് താഴെ വാങ്ങിയാൽ മാത്രമേ ഈ പാശ്ചാത്യ ഇൻഷുറൻസ്, ഷിപ്പിംഗ് സേവനങ്ങളൊക്കെ ഉപയോഗിക്കാൻ പറ്റൂ. ഓക്കേ. അപ്പോൾ ഷാഡോ ഫ്ലീറ്റോ? ഷാഡോ ഫ്ലീറ്റ് എന്ന് പറയുന്നത് ഈ ഉപരോധങ്ങളൊക്കെ മറികടക്കാൻ ഉപയോഗിക്കുന്ന കപ്പലുകളാണ്. പലപ്പോഴും പഴയ കപ്പലുകളായിരിക്കും.
ഉടമസ്ഥാവകാശം അത്ര വ്യക്തമായിരിക്കില്ല. പിന്നെ സുരക്ഷാ കാര്യങ്ങളിലും വലിയ ശ്രദ്ധ കാണില്ല. ഇൻഷുറൻസ് പോലും ഇല്ലാതെയാണ് പലപ്പോഴും ഇവരുടെ യാത്ര. ഓ, അത് അപകടകരമാണല്ലോ. അപ്പോൾ ന്യായറയ്ക്കെതിരെയുള്ള ഈ നീക്കം ഇത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ആ, വളരെ പ്രധാനപ്പെട്ടതാണല്ലേ? കാരണം യുദ്ധം തുടങ്ങിയതിന് ശേഷം നമ്മൾ റഷ്യയിൽ നിന്ന് കുറഞ്ഞ വിലയ്ക്ക് ക്രൂഡ് ഓയിൽ വാങ്ങി സംസ്കരിച്ച് യൂറോപ്പിലേക്കും മറ്റ് സ്ഥലങ്ങളിലേക്കും ഒരുപാട് കയറ്റി അയക്കുന്നുണ്ടായിരുന്നല്ലോ. അതെ, തീർച്ചയായും. അത് നമ്മുടെ ഊർജാവശ്യങ്ങൾക്ക് വലിയൊരു സഹായമായിരുന്നു. നമ്മുടെ കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ് കുറയ്ക്കാനും സഹായിച്ചു. സാമ്പത്തികമായും ഒരു നേട്ടമായിരുന്നു. ഇപ്പോൾ ഈ ഉപരോധം വന്നത് കാര്യങ്ങൾ കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആക്കുകയാണോ? തീർച്ചയായും. ഇത് ഇന്ത്യയുടെ തന്ത്രപരമായ സ്വയം ഭരണാവകാശം എന്ന് നമ്മൾ പറയുന്നില്ലേ, സ്ട്രാറ്റജിക് ഓട്ടോണമി, അതിനൊരു വെല്ലുവിളിയാണ്. അതായത് സ്വന്തം താൽപ്പര്യം നോക്കി ആരെയും പേടിക്കാതെ വിദേശനയം തീരുമാനിക്കാനുള്ള ഇന്ത്യയുടെ ഒരു കഴിവിനെയാണ് ഇത് ചോദ്യം ചെയ്യുന്നത്. ശരിയാണ്. കാരണം നോക്കൂ, ഒരു ഭാഗത്ത് റഷ്യ, നമ്മുടെ പഴയ സുഹൃത്താണ്. ഊർജ്ജരംഗത്തും പ്രതിരോധ രംഗത്തും വലിയ ബന്ധങ്ങളുണ്ട്. മറുഭാഗത്ത് യൂറോപ്പ്, അമേരിക്ക തുടങ്ങിയ പാശ്ചാത്യ രാജ്യങ്ങൾ. അവരുമായിട്ടുള്ള വ്യാപാര ബന്ധങ്ങളും തന്ത്രപരമായ അടുപ്പവും ഇപ്പോൾ കൂടി വരികയാണ്. അതെ. അപ്പോ ഇത് രണ്ടും കൂടി എങ്ങനെ ബാലൻസ് ചെയ്തു കൊണ്ടുപോകും? അതൊരു വലിയ ചോദ്യമാണ്. ഈ ഉപരോധം വന്നതോട് അത് കൂടുതൽ ബുദ്ധിമുട്ടായി. നയാറ പോലുള്ള റിഫൈനറികളുടെ പ്രവർത്തനത്തെ ഇത് നേരിട്ട് ബാധിക്കുമോ? ഭാവിയിൽ മറ്റു ഇന്ത്യൻ കമ്പനികൾക്കെതിരെയും വരുമോ എന്നൊരു പേടി. വരാം. നയാറയുടെ പ്രവർത്തനത്തെ ഇത് ബാധിക്കാൻ സാധ്യതയുണ്ട്. അവരുടെ യൂറോപ്പിലേക്കുള്ള കയറ്റുമതിയെ ഇത് ബാധിക്കാം. മാത്രമല്ല, ഇത് മറ്റ് ഇന്ത്യൻ കമ്പനികൾക്കും ഒരു സൂചനയാണ്. ഭാവിയിൽ അമേരിക്കയും ഇതുപോലുള്ള ഉപരോധങ്ങൾ കൊണ്ടുവന്നാൽ സ്ഥിതി കൂടുതൽ സങ്കീർണമാകും. അതാണ് അടുത്ത ചോദ്യം. അമേരിക്കയും ഇത് പിന്തുടർന്നാൽ എന്താവും അവസ്ഥ? ഇന്ത്യക്ക് മുന്നിലുള്ള വെല്ലുവിളികൾ എന്തൊക്കെയാണ്? എന്തെങ്കിലും വഴികളുണ്ടോ? അമേരിക്കയും സമാനമായ നടപടിയെടുത്താൽ അത് നമ്മുടെ ബാങ്കിംഗ്, ഷിപ്പിംഗ്, ഇൻഷുറൻസ് മേഖലകളെയൊക്കെ കാര്യമായി ബാധിക്കും. ഡോളർ ഇടപാടുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാവാം. വെല്ലുവിളികൾ ഒരുപാടുണ്ട്. ഊർജം കിട്ടുന്നതിനുള്ളൊരു അസ്ഥിരത വരാം. കയറ്റുമതി വരുമാനം കുറയാം. പിന്നെ നയതന്ത്രപരമായി വലിയ സമ്മർദ്ദമുണ്ടാകും. ശരിയാണ്. മുന്നോട്ടുള്ള വഴികൾ എന്ന് പറഞ്ഞാൽ, ഒന്ന്, ശക്തമായ ഡിപ്ലോമസി. യൂറോപ്യൻ യൂണിയനുമായും അമേരിക്കയുമായുമൊക്കെ ചർച്ചകൾ നടത്തണം. രണ്ട്, ഊർജ്ജ സ്രോതസ്സുകൾ വൈവിധ്യവൽക്കരിക്കുക. റഷ്യയെ മാത്രം ആശ്രയിക്കാതെ ഗൾഫ്, ആഫ്രിക്ക, ലാറ്റിൻ അമേരിക്ക, അവിടെ നിന്നൊക്കെ കൂടുതൽ എണ്ണ കണ്ടെത്താൻ ശ്രമിക്കണം. ഓക്കെ. പിന്നെ ഈ ഡോളറിനെ ആശ്രയിക്കാതെയുള്ള വ്യാപാര രീതികൾ, രൂപയിലുള്ള ഇടപാടുകൾ പോലുള്ള ബദൽ സംവിധാനങ്ങളെക്കുറിച്ച് ഗൗരവമായി ആലോചിക്കേണ്ടി വരും. ഈ വിഷയം ഇപ്പോൾ ഈ പരീക്ഷകൾക്കൊക്കെ തയ്യാറെടുക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം പ്രധാനപ്പെട്ടതാണ് UPSC പോലെയുള്ള പരീക്ഷകളിൽ? ഓ, വളരെ പ്രധാനപ്പെട്ടതാണ്. UPSCയുടെ കാര്യമെടുക്കുകയാണെങ്കിൽ പ്രിലിംസ് ലെവലിൽ നോക്കുമ്പോൾ അന്താരാഷ്ട്ര ബന്ധങ്ങൾ എന്ന ഭാഗത്ത് ചോദ്യങ്ങൾ വരാം. EU, G7, റഷ്യ യുക്രൈൻ പ്രശ്നമൊക്കെ അതിൽപ്പെടും. പിന്നെ ഇന്ത്യൻ എക്കോണമിയിൽ ഊർജ്ജ സുരക്ഷ, റിഫൈനറികൾ, കറണ്ട് അഫയേഴ്സ് ഭാഗത്തും ഇത് വളരെ മുഖ്യമാണ്. മെയിൻസിലോ? മെയിൻസിലേക്ക് വരുമ്പോൾ GS പേപ്പർ 2-വിൽ ഒരു ചോദ്യം വരാം. അതായത് വികസിത രാജ്യങ്ങളുടെ നയങ്ങൾ ഇന്ത്യയുടെ താൽപ്പര്യങ്ങളെ എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളത്. പിന്നെ GS പേപ്പർ 3-ൽ ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥ, ഊർജ്ജമേഖല, ഇൻഫ്രാസ്ട്രക്ചർ എന്നിവയുടെ ഭാഗവുമായും ഇതിനെ സമീപിക്കേണ്ടി വരും. അതെ. ഇന്ത്യയുടെ വിദേശ നയത്തിലെ ആ ബാലൻസിംഗ് ആക്ട്, ഊർജ്ജ സുരക്ഷാ തന്ത്രങ്ങൾ, ഇതൊക്കെ വിശകലനം ചെയ്യാൻ ആവശ്യപ്പെട്ടേക്കാം. മനസ്സിലായി. അപ്പോ ചുരുക്കത്തിൽ പറഞ്ഞാൽ, ഇന്ത്യയുടെ വിദേശ നയത്തെയും ഊർജ്ജതന്ത്രങ്ങളെയും വീണ്ടും ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു നിർണായക സാഹചര്യമാണിത്. ഇവിടെ നിങ്ങൾക്ക് ചിന്തിക്കാൻ വേണ്ടി ഒരു ചോദ്യം ഞാൻ മുന്നോട്ട് വയ്ക്കട്ടെ? തീർച്ചയായും. ഇതുപോലുള്ള അന്താരാഷ്ട്ര സമ്മർദ്ദങ്ങളും അതേസമയം രാജ്യത്തിന്റെ ഊർജ്ജ സുരക്ഷ ഉറപ്പാക്കേണ്ട ആവശ്യകതയും ഒരുമിച്ചു വരുമ്പോൾ നമ്മുടെ ഹരിത ഊർജ്ജത്തിലേക്കുള്ള മാറ്റം, അതായത് ഗ്രീൻ എനർജി ട്രാൻസിഷൻ, അത് എത്രത്തോളം വേഗത്തിലാക്കേണ്ടത് ആവശ്യമായി വരും? ഇത് ഈ പ്രതിസന്ധിക്ക് ഒരു ശാശ്വത പരിഹാരമാകുമോ? വളരെ പ്രസക്തമായ ഒരു ചോദ്യം. അതിനെക്കുറിച്ച് തീർച്ചയായും ആലോചിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും ഈ വിഷയത്തിൽ ഇത്രയും ആഴത്തിലുള്ള വിവരങ്ങൾ പങ്കുവച്ചതിന് വളരെ നന്ദി. ഇനി നമുക്ക് ദി ഹിന്ദു പത്രത്തിലെ മറ്റൊരു പ്രധാന വാർത്തയിലേക്ക് കടക്കാം. സ്വാഗതം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് സോഷ്യൽ മീഡിയ ഇടനിലക്കാരുടെ നിയന്ത്രണത്തെപ്പറ്റിയാണ്. റെഗുലേഷൻ ഓഫ് സോഷ്യൽ മീഡിയ ഇന്റർമീഡിയറീസ്. അതെ. ഈ അടുത്ത് ഇതുമായി ബന്ധപ്പെട്ടൊരു സംഭവം ഉണ്ടായല്ലോ. അതിനെ ചുറ്റിപ്പറ്റിയാണ് നമ്മൾ കാര്യങ്ങൾ നോക്കുന്നത്. അപ്പോൾ ഇതിലെ പ്രധാന വിവരങ്ങളും നിയമവശങ്ങളുമൊക്കെ വേഗത്തിലൊന്ന് മനസ്സിലാക്കാം. ശരി.
ആദ്യം തന്നെ നമ്മുടെ UPSC പരീക്ഷകൾക്കിത് എത്രത്തോളം പ്രധാനപ്പെട്ടതാണ്? എവിടെയൊക്കെയാണിത് വരുന്നത്? തീർച്ചയായും പ്രിലിംസിന് ഇത് നല്ല പ്രാധാന്യമുള്ള ഒരു ഏരിയയാണ്. ഇപ്പോൾ ഇന്ത്യൻ പോളിറ്റി ആൻഡ് ഗവേണൻസ് എടുത്താൽ അവിടെ ഈ എക്സിക്യൂട്ടീവിന്റെ അധികാരങ്ങൾ, പിന്നെ ജുഡീഷ്യറിയുടെ പങ്ക്, IT ആക്ട്, അഭിപ്രായ സ്വാതന്ത്ര്യം, ഇതൊക്കെയായിട്ട് ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ വരാം. അതുപോലെ സയൻസ് ആൻഡ് ടെക്കിലാണെങ്കിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ, സൈബർ സെക്യൂരിറ്റി, ആ ഭാഗത്തും വരാം. പിന്നെ കറണ്ട് അഫയേഴ്സ്, അതിൽ പിന്നെ പറയേണ്ടതില്ലല്ലോ. ദേശീയവും അന്തർദേശീയവുമായ കാര്യങ്ങളിൽ ഇത് തീർച്ചയായും വരും. ശരി. അപ്പോൾ നമുക്ക് ആ വിഷയത്തിലേക്ക് വരാം. ഈ അടുത്ത് കേന്ദ്ര സർക്കാർ തന്നെ കോടതിയിൽ ഒരു വ്യാജ സോഷ്യൽ മീഡിയ അക്കൗണ്ട് ഉണ്ടാക്കി കാണിച്ചു എന്നൊരു വാർത്തയുണ്ടായിരുന്നല്ലോ. എന്താണത്? അത് ശരിയാണ്. അതായത് ഈ വ്യാജ അക്കൗണ്ടുകൾ ഉണ്ടാക്കാനും അത് ദുരുപയോഗം ചെയ്യാനും ഒക്കെ എത്ര എളുപ്പമാണെന്ന് കോടതിയെ ഒന്ന് ബോധ്യപ്പെടുത്താനാണ് അവരത് ചെയ്തത്. ഓഹോ. കർണാടക സുപ്രീം കോടതി എന്ന പേരിൽ അങ്ങനെ ഒരു സ്ഥാപനം ശരിക്കില്ല. ആ പേരിലെ എക്സ് പ്ലാറ്റ്ഫോമിൽ, അതായത് പഴയ ട്വിറ്ററിൽ ഒരു അക്കൗണ്ട് ഉണ്ടാക്കുകയാണ് ചെയ്തത്. അതെന്തിനായിരുന്നു? ഏത് കേസിന്റെ ഭാഗമായിട്ടാണ്? അത് ഈ IT നിയമത്തിലെ സെക്ഷൻ 79 ഉണ്ടല്ലോ, അതുപ്രകാരം സർക്കാർ ബ്ലോക്കിംഗ് ഓർഡറുകൾ കൊടുക്കാറുണ്ട്. അപ്പൊ കേന്ദ്രവും സംസ്ഥാന സർക്കാരുകളും കൊടുത്ത ചില ബ്ലോക്കിംഗ് ഓർഡറുകളെ ചോദ്യം ചെയ്ത് എക്സ് കോർപ്പറേഷൻ കർണാടക ഹൈക്കോടതിയിൽ ഒരു കേസ് കൊടുത്തിരുന്നു. ആ കേസ് നടക്കുന്നതിനിടയിലാണ് ഈ സംഭവം. അതോടൊപ്പം തന്നെ ഈ ബ്ലോക്കിംഗ് ഓർഡറുകളൊക്കെ എളുപ്പത്തിൽ കൊടുക്കാൻ വേണ്ടി സർക്കാർ ഒരു സഹ്യോഗ് പോർട്ടൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനെയും എക്സ് എതിർക്കുന്നുണ്ട്. അവരതിനെ ഒരു സെൻസർഷിപ്പ് പോർട്ടൽ എന്നൊക്കെയാണ് വിളിച്ചത്. അപ്പോ ഇവിടെ ശരിക്കും ഒരു നാടകീയ രംഗം തന്നെ ആയിരുന്നിരിക്കണമല്ലേ? സർക്കാർ തന്നെ വ്യാജ അക്കൗണ്ട് ഉണ്ടാക്കുന്നു. എന്തിനായിരുന്നു ഈ ഒരു നടപടിയിലേക്ക് സർക്കാർ പോയത്? അതെ, അത് സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത കോടതിയിൽ വിശദീകരിച്ചത് എന്താന്ന് വെച്ചാൽ, ഈ ഫേസ്ബുക്ക്, എക്സ് പോലെയുള്ള പ്ലാറ്റ്ഫോമുകൾ, അതായത് ഈ ഇടനിലക്കാർ, അവരെ എങ്ങനെയാണ് ആളുകൾക്ക് ദുരുപയോഗം ചെയ്യാൻ പറ്റുന്നതെന്ന് കാണിക്കാനാണ്. മനസ്സിലായി. അതിന്റെ സാധ്യത കാണിക്കാൻ. അതെ, ആ സാധ്യതയും അത് നിയന്ത്രിക്കേണ്ട ആവശ്യകതയും ബോധ്യപ്പെടുത്താൻ. ശരിക്കും പറഞ്ഞാൽ ഇതൊരു വലിയ ചിത്രത്തിന്റെ ഭാഗമാണ്. സർക്കാരുകളും ഈ വലിയ ടെക് കമ്പനികളും തമ്മിലുള്ള ഒരു അധികാര വടംവലി പല രാജ്യങ്ങളിലും നടക്കുന്നുണ്ട്. അതിന്റെ ഒരു പ്രതിഫലനം കൂടിയാണിത്. അപ്പോ ഇതിലെ നിയമപരമായ കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഈ IT നിയമം സെക്ഷൻ 79 എന്നൊക്കെ പറഞ്ഞല്ലോ, അതൊന്ന് വിശദമാക്കാമോ? തീർച്ചയായും. ഇവിടെ ഏറ്റവും പ്രധാനം 2000-ലെ ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് അഥവാ IT നിയമം തന്നെയാണ്. ഇന്ത്യയിലെ ഈ സൈബർ ലോകത്തെ നിയന്ത്രിക്കുന്ന അടിസ്ഥാന നിയമം അതാണ്. അതിലെ സെക്ഷൻ 79 ആണ് ഈ കേസിൽ ഏറ്റവും കൂടുതൽ ചർച്ചയായത്. അതാണ് സേഫ് ഹാർബർ പ്രൊട്ടക്ഷൻ കൊടുക്കുന്നത്. സേഫ് ഹാർബർ? അതെ, സേഫ് ഹാർബർ. അതായത് സാധാരണ ഒരു സാഹചര്യത്തിൽ ഒരു യൂസർ ഒരു പ്ലാറ്റ്ഫോമിൽ എന്തെങ്കിലും നിയമവിരുദ്ധമായ കാര്യം പോസ്റ്റ് ചെയ്താൽ അതിന് ആ പ്ലാറ്റ്ഫോം, അതായത് എക്സോ ഫേസ്ബുക്കോ, നേരിട്ട് ഉത്തരവാദിയാവില്ല. പക്ഷേ നിയമപ്രകാരം സർക്കാർ ആവശ്യപ്പെട്ടാൽ ആ കണ്ടന്റ് എടുത്തുമാറ്റാൻ അവർക്ക് ബാധ്യതയുണ്ട്. സർക്കാരിന്റെ ഈ അധികാരത്തെയാണ് എക്സ് ചോദ്യം ചെയ്തത്. അപ്പോൾ ഈ ഇടനിലക്കാർ അഥവാ ഇന്റർമീഡിയറി എന്ന് പറയുമ്പോൾ അതിൽ ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് മാത്രമല്ല വരുന്നതല്ലേ? അല്ലല്ല. IT നിയമം അനുസരിച്ച് മറ്റൊരാളെ വിവരങ്ങൾ സ്വീകരിക്കുകയോ സ്റ്റോർ ചെയ്യുകയോ അല്ലെങ്കിൽ കൈമാറുകയോ ചെയ്യുന്ന ആരും ഇടനിലക്കാരനാണ്. അപ്പോൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് വരും, നമ്മുടെ ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡർമാർ ISPs വരും, ഗൂഗിൾ പോലുള്ള സെർച്ച് എഞ്ചിനുകൾ വരും, ആമസോൺ പോലുള്ള ഓൺലൈൻ മാർക്കറ്റ് പ്ലേസുകൾ, ഇവരെല്ലാം വരും. മനസ്സിലായി. പിന്നെ 2021-ലെ പുതിയ IT റൂൾസ് വന്നല്ലോ. അതോടുകൂടി ഇവരുടെയൊക്കെ ഉത്തരവാദിത്വങ്ങൾ കുറച്ചുകൂടി വർദ്ധിപ്പിച്ചിട്ടുണ്ട്, കൂടുതൽ കർശനമാക്കിയിട്ടുണ്ട്. ശരിയാണ്. ഈ കേസിൽ സർക്കാരിന് വേണ്ടി ഹാജരായത് സോളിസിറ്റർ ജനറൽ ആണെന്ന് പറഞ്ഞല്ലോ. ആരാണ് ഈ സോളിസിറ്റർ ജനറൽ? ആ പദവിയെക്കുറിച്ചൊന്ന് പറയാമോ? പറയാം. ഇന്ത്യയിലെ രണ്ടാമത്തെ ഉയർന്ന നിയമ ഉദ്യോഗസ്ഥനാണ് സോളിസിറ്റർ ജനറൽ. ഏറ്റവും മുകളിൽ അറ്റോർണി ജനറലാണ്. ജനറൽ എന്ന് പറയുന്നത് ഭരണഘടനയുടെ ആർട്ടിക്കിൾ 76 പ്രകാരം ഉള്ള ഒരു ഭരണഘടനാ പദവിയാണ്, ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ പോസ്റ്റ്. പക്ഷേ സോളിസിറ്റർ ജനറലിന്റെ പദവി അങ്ങനെയല്ല. അതൊരു ഭരണഘടനാ പദവിയല്ല, മറിച്ച് നിയമപ്രകാരം ഉണ്ടാക്കിയ ഒരു പദവിയാണ്, ഒരു സ്റ്റാറ്റ്യൂട്ടറി പോസ്റ്റ് എന്ന് പറയാം. ഓക്കെ. അത് പ്രധാനപ്പെട്ട ഒരു വ്യത്യാസമാണ്. വളരെ നന്ദി. അപ്പോൾ ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളുടെ നിയന്ത്രണം
സർക്കാരും ടെക് കമ്പനികളും തമ്മിലുള്ള ഈ നിയമപരമായ തർക്കങ്ങൾ, അതിലെ പ്രധാനപ്പെട്ട IT നിയമത്തിലെ സെക്ഷൻ 79, സേഫ് ഹാർബർ, ഇടനിലക്കാരെന്നൊക്കെയുള്ള ആശയങ്ങൾ, ഇതിനെക്കുറിച്ചൊക്കെ ഒരു വ്യക്തമായ ധാരണ നിങ്ങൾക്ക് കിട്ടിക്കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇവിടെ ശരിക്കും ഈ അഭിപ്രായ സ്വാതന്ത്ര്യം, രാജ്യസുരക്ഷ, പിന്നെ ഈ പ്ലാറ്റ്ഫോമുകളുടെ ഉത്തരവാദിത്വം, ഇതെല്ലാം ഒരുമിച്ച് കൊണ്ടുപോകേണ്ടതിൻ്റെ ഒരു ആവശ്യം വരുന്നുണ്ട്, അല്ലേ? അതെ, അതൊരു വലിയ വെല്ലുവിളിയാണ്, ആ ഒരു ബാലൻസ് കണ്ടെത്തുക എന്നത്. അപ്പോൾ ഈ വ്യക്തിഗത സ്വാതന്ത്ര്യവും ഡിജിറ്റൽ ലോകത്തെ സുരക്ഷാ ആവശ്യകതകളും തമ്മിൽ ശരിയായ ഒരു സന്തുലിതാവസ്ഥ എങ്ങനെ കണ്ടെത്താമെന്നത് ഒരു പ്രധാന ചോദ്യമായിട്ട് നിൽക്കുന്നു. നിങ്ങൾക്കിതേക്കുറിച്ച് കൂടുതൽ ആലോചിക്കാവുന്നതാണ്. ഇനി നമുക്ക് ദി ഹിന്ദു പത്രത്തിൽ നിന്നുള്ള മറ്റൊരു പ്രധാന വാർത്തയിലേക്ക് കടക്കാം. നമസ്കാരം. നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് പ്രധാനമന്ത്രി ധൻധാന്യ കൃഷി യോജനയെക്കുറിച്ചാണ്. അതായത് PMDDKY. ഇത് ഈയിടെ കേന്ദ്രമന്ത്രിസഭ അംഗീകരിച്ചൊരു പുതിയ പദ്ധതിയാണ്. അപ്പോൾ ഇതിന്റെ വിശദാംശങ്ങളിലേക്ക് നമുക്കൊന്ന് കടക്കാം. തീർച്ചയായും. എപ്പോഴും നമ്മൾ ആദ്യം നോക്കുന്നതുപോലെ ഒരു UPSC പരീക്ഷാർത്ഥിക്ക് ഇതെവിടെയൊക്കെയാണ് പ്രധാനപ്പെട്ടതാവുന്നത്? വളരെ പ്രസക്തമായൊരു വിഷയമാണിത്. പ്രിലിംസിന്റെ കാര്യം നോക്കിയാൽ സർക്കാർ പദ്ധതികളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ സ്ഥിരം കാണാറുണ്ടല്ലോ. അപ്പോൾ PMDDKYയെക്കുറിച്ച് നേരിട്ട് ചോദിക്കാം. അതുപോലെ PM കിസാൻ, PMFB പോലുള്ള പദ്ധതികൾ ഇതിൽ ലയിപ്പിക്കുന്നുവെന്ന് പറയുമ്പോൾ അവയെക്കുറിച്ചും ചോദ്യങ്ങൾ വരാം. ഓക്കെ. പിന്നെ കൃഷിയുമായി ബന്ധപ്പെട്ട അടിസ്ഥാന കാര്യങ്ങൾ, ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥ, പ്രത്യേകിച്ച് പൊതുച്ചെലവ്, പിന്നെ ഈ ആസ്പിറേഷണൽ ഡിസ്ട്രിക്ട് പ്രോഗ്രാം, അതൊക്കെ പ്രിലിംസിന് സാധ്യതയുള്ള മേഖലകളാണ്. ശരി. മെയിൻസിലോ? മെയിൻസില് ഇതിൽ കുറച്ചുകൂടി വ്യാപ്തിയുണ്ട്. GS പേപ്പർ 2 എടുക്കുകയാണെങ്കിൽ ഗവേണൻസ് ഭാഗത്ത് ഈ പദ്ധതികളുടെ സംയോജനം, കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങൾ, തദ്ദേശ സ്ഥാപനങ്ങളുടെ പങ്ക്, ക്ഷേമ പദ്ധതികൾ, ഇവയുടെയൊക്കെ കീഴിൽ വരും. ശരിയാണ്. പിന്നെ GS പേപ്പർ 3ൽ സർക്കാർ ബഡ്ജറ്റിംഗ്, ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥയുടെ ഭാഗമായിട്ട് പ്രത്യേകിച്ച് കാർഷിക സബ്സിഡികൾ, ഭക്ഷ്യസംസ്കരണം തുടങ്ങിയ വിഷയങ്ങളിലൊക്കെ ഇതിനു പ്രസക്തിയുണ്ട്. അപ്പോ അടിസ്ഥാനപരമായി എന്താണ് ഈ PMKDKY? എന്താണ് ഇതിന്റെ ഒരു പ്രധാന ഹൈലൈറ്റ് എന്ന് പറയാവുന്നത്? ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് ഇതൊരു സംയോജിത പദ്ധതിയാണ്, ഒരു കൺവേർജൻസ് സ്കീം. അതായത് നിലവിൽ ഏകദേശം 11 വ്യത്യസ്ത വകുപ്പുകളിലായി നടക്കുന്ന 36ഓളം കാർഷിക പദ്ധതികളെ ഒരുമിപ്പിച്ച് ഒറ്റ പദ്ധതിയാക്കുകയാണ് ലക്ഷ്യം. 36 പദ്ധതികള്. അത് വലിയൊരു സംഖ്യയാണല്ലോ. അതെ. PM കിസാൻ, പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജന, അങ്ങനെയുള്ള പ്രധാനപ്പെട്ട കേന്ദ്ര പദ്ധതികളും ചില സംസ്ഥാന പദ്ധതികളുമൊക്കെ ഇതിന്റെ ഭാഗമാകും. ഇതിന്റെ പിന്നിലെ ആശയം നല്ലതാണെന്ന് തോന്നുന്നു. ഒരുപാട് പദ്ധതികൾ ചിതറിക്കിടക്കുന്നതിന് പകരം ഒന്നായി കാണുന്നത്. പക്ഷേ ഏകോപനം ഒരു പ്രശ്നമാവില്ലേ? അതൊരു പ്രധാന ചോദ്യം തന്നെയാണ്. ആശയം നല്ലതാണെങ്കിലും ഇത് പ്രാവർത്തികമാക്കുന്നതിലാണ് വെല്ലുവിളി. മുൻപും ഇത്തരം ശ്രമങ്ങൾ നടന്നിട്ടുണ്ട്. ഇതിലെ മറ്റൊരു ശ്രദ്ധേയമായ കാര്യം, ഇത് നിതി ആയോഗിന്റെ ആസ്പിറേഷണൽ ഡിസ്ട്രിക്ട് പ്രോഗ്രാം, അതായത് ADP, അതിന്റെ ഒരു മാതൃക പിന്തുടരുന്നു എന്നതാണ്. പിന്നോക്ക ജില്ലകളെ ഫോക്കസ് ചെയ്യുന്ന ആ പ്രോഗ്രാം. അതെ. രാജ്യത്തെ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന 100 ജില്ലകളിൽ പ്രത്യേക ശ്രദ്ധ കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അവിടങ്ങളിൽ ജില്ലാ പദ്ധതികൾ രൂപീകരിച്ചായിരിക്കും പ്രവർത്തനം. പിന്നോക്ക ജില്ലകളിൽ കൂടുതൽ ശ്രദ്ധ നൽകുന്നത് തീർച്ചയായും നല്ല കാര്യം തന്നെ. പക്ഷേ ഈ പദ്ധതി വരുന്നൊരു സമയത്തെക്കുറിച്ച് ലേഖനത്തിൽ ഒരു ആശങ്ക പറയുന്നുണ്ടല്ലോ. അതായത് കാർഷിക മേഖലയ്ക്കുള്ള പൊതുവിഹിതം, സർക്കാർ ചിലവഴിക്കുന്ന പണം, അത് കുറഞ്ഞു വരുന്നൊരു സമയത്താണ് ഇത്രയും വലിയൊരു സംയോജിത പദ്ധതി വരുന്നത് എന്നത്. ശരിയാണ്. അതൊരു വൈരുദ്ധ്യമായിട്ട് തന്നെ കാണേണ്ടതുണ്ട്. പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ റിപ്പോർട്ട് പ്രകാരം കേന്ദ്ര സർക്കാരിന്റെ മൊത്തം ചെലവിൽ കൃഷിക്കുള്ള വിഹിതം ശതമാനക്കണക്കിൽ കുറഞ്ഞു വരികയാണ്. ഓഹോ. 2021-22 കാലത്ത് ഇത് 3.53% 2025-26 ആവുമ്പോഴേക്കും 2.51% കുറയുമെന്നാണൊരു പ്രൊജക്ഷൻ. അപ്പോൾ ഇത്രയും വലിയൊരു പദ്ധതി തുടങ്ങുമ്പോൾ ഈ കുറഞ്ഞുവരുന്ന ഫണ്ടിന്റെ പശ്ചാത്തലത്തിൽ ആവശ്യത്തിന് പണം ഇതിനുവേണ്ടി നീക്കിവെക്കുമോ എന്നത് പ്രധാനപ്പെട്ടൊരു ചോദ്യം തന്നെയാണ്. വെറുതെ ഘടന മാറ്റിയതുകൊണ്ട് കാര്യമില്ലല്ലോ. ശരിയാണ്. അപ്പം നമ്മൾ ഈ പറഞ്ഞ പദ്ധതികളുടെ സംയോജനം അല്ലെങ്കിൽ കൺവേർജൻസ്, പിന്നെ ആസ്പിറേഷണൽ ഡിസ്ട്രിക്ട് പ്രോഗ്രാം, കാർഷിക രംഗത്തെ പൊതുച്ചെലവ്, ഇതൊക്കെ പ്രിലിംസിന് പ്രധാനപ്പെട്ട ടേംസ് ആണെന്ന് ഉറപ്പിച്ചു അല്ലേ? അതെ, തീർച്ചയായും. കൺവേർജൻസ് എന്ന് പറഞ്ഞാൽ പല പദ്ധതികളെ ഒരു ലക്ഷ്യത്തിനു വേണ്ടി ഒരുമിപ്പിക്കുന്നത്. ADP എന്നാൽ പിന്നോക്ക ജില്ലകളുടെ സമഗ്ര വികസനം ലക്ഷ്യമിട്ടുള്ളത്. പബ്ലിക് സ്പെൻഡിംഗ് എന്നത് കൃഷിക്കായി സർക്കാർ മുടക്കുന്ന തുക.
ഇവയൊക്കെ അടിസ്ഥാനപരമായി അറിഞ്ഞിരിക്കണം. ഓക്കെ. ഇനി മെയിൻസ് പരീക്ഷയുടെ ഒരു കാഴ്ചപ്പാടിൽ ഇതിനെ ഒന്ന് വിലയിരുത്തുകയാണെങ്കിൽ ഇതിന്റെ ഗുണങ്ങളും അതുപോലെ ആശങ്കകളും എന്തൊക്കെയായിരിക്കും? ഗുണങ്ങളായിട്ട് നമുക്ക് പറയാവുന്നത് ഇതൊരു ഹോളിസ്റ്റിക് അപ്രോച്ച്, അതായത് ഒരു സമഗ്രമായ സമീപനം മുന്നോട്ട് വയ്ക്കുന്നു എന്നതാണ്. പല പദ്ധതികൾ ഒറ്റ ലക്ഷ്യത്തോടെ ഏകോപിപ്പിക്കുമ്പോൾ കാര്യക്ഷമത കൂടുമെന്ന് പ്രതീക്ഷിക്കാം. പിന്നെ ഈ പിന്നോക്ക ജില്ലകളിലുള്ള പ്രത്യേക ഫോക്കസ് അതൊരു ടാർഗറ്റഡ് ഇന്റർവെൻഷനാണ്. അത് പ്രാദേശികമായ അസമത്വം കുറയ്ക്കാൻ ചിലപ്പോൾ സഹായിച്ചേക്കാം. അതുപോലെ താഴെത്തട്ടിൽ ജില്ലാതലത്തിൽ പ്ലാനുകൾ ഉണ്ടാക്കുന്നു എന്നതൊരു പോസിറ്റീവ് കാര്യമാണ്. അത് പങ്കാളിത്തം ഉറപ്പാക്കാൻ സഹായിക്കും. എന്നാൽ മറുവശത്ത് ആശങ്കകളോ എന്തൊക്കെയാണ് പ്രധാന പ്രശ്നങ്ങളായി കാണുന്നത്? ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മൾ നേരത്തെ പറഞ്ഞ ഫണ്ടിങ്ങിന്റെ കുറവ് തന്നെ, ഡിക്ലൈനിങ് പബ്ലിക് ഇൻവെസ്റ്റ്മെന്റ്. അത് ഈ പദ്ധതിയുടെ ലക്ഷ്യങ്ങളെ തന്നെ ബാധിച്ചേക്കാം. രണ്ടാമത്തേത് ഒരു അമിത കേന്ദ്രീകരണത്തിനുള്ള സാധ്യത, ഓവർ സെൻട്രലൈസേഷൻ. അതായത് എല്ലാം ഡൽഹിയിൽ തീരുമാനിക്കുന്ന ഒരവസ്ഥ. ഒരു പരിധിവരെ. ഇന്ത്യ പോലെ ഇത്രയും വൈവിധ്യമുള്ള ഒരു രാജ്യത്ത് പ്രാദേശിക ആവശ്യങ്ങൾക്കനുസരിച്ച് മാറ്റങ്ങൾ വരുത്താനുള്ള ഒരു സാധ്യത കുറയുമോ എന്ന പേടി. പിന്നെ ഈ സ്വകാര്യ പൊതു പങ്കാളിത്തം PPP മോഡൽ, അത് കർഷകർക്ക് എത്രത്തോളം ഗുണകരമാവും എന്നുള്ളതിൽ സംശയങ്ങളുണ്ട്. അതുപോലെ സംസ്ഥാനങ്ങളുടെയും കർഷക സംഘടനകളുടെയുമൊക്കെ പങ്കാളിത്തം, അതൊരു യഥാർത്ഥ പങ്കാളിത്തമാകുമോ അതോ പേരിന് മാത്രമായിരിക്കുമോ എന്നതും ഒരാശങ്കയാണ്. ലാക്ക് ഓഫ് ജെന്യൂൻ പാർട്ടിസിപ്പേഷൻ. അപ്പോ ഇതിന്റെ ഒരു വിജയസാധ്യതയെക്കുറിച്ച് പറയുമ്പോൾ മുന്നോട്ട് വയ്ക്കാനുള്ള നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ്? എന്താണ് ശരിക്കും വേണ്ടത്? നോക്കൂ, ആശയം നല്ലതാണെങ്കിലും വിജയം പല ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കും. ഒന്നാമതായി, കാർഷിക മേഖലയിലെ പൊതുനിക്ഷേപം കൂട്ടണം. ഈ പദ്ധതിക്ക് പേരിനല്ലാതെ ആവശ്യത്തിന് ഫണ്ട് വകയിരുത്തണം. രണ്ടാമത്, സംസ്ഥാനങ്ങൾക്കും തദ്ദേശ സ്ഥാപനങ്ങൾക്കും അതുപോലെ കർഷകരുടെ കൂട്ടായ്മകൾക്കും ഇതിന്റെ നടത്തിപ്പിൽ ഒരു യഥാർത്ഥ റോള് കൊടുക്കണം. തീരുമാനങ്ങൾ എടുക്കാൻ അധികാരം വേണം. ഓരോ ജില്ലയുടെയും പ്രത്യേക സാഹചര്യങ്ങൾക്കനുസരിച്ച് പദ്ധതികൾക്ക് മാറ്റം വരുത്താൻ കഴിയണം. ഒരു വൺ സൈസ് ഫിറ്റ്സ് ഓൾ സമീപനം വിജയിക്കില്ല. പിന്നെ സുതാര്യമായ ഒരു മോണിറ്ററിംഗ് സംവിധാനം വേണം. ഇത് വെറും ഒരു ഭരണപരമായ സംയോജനം എന്നതിലുപരി യഥാർത്ഥത്തിൽ കൃഷിക്ക് ഒരു ഉത്തേജനം നൽകുന്ന ഒന്നായി മാറണം. അതിന് സാമ്പത്തിക പിന്തുണ കൂടിയേ തീരൂ. വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ പ്രധാനമന്ത്രി ധൻധാന്യ കൃഷി യോജനയെക്കുറിച്ചുള്ള ഈ ഒരു വിശകലനം നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് കരുതുന്നു. നമുക്ക് തൽക്കാലം ഇവിടെ നിർത്താം. അടുത്തതായി ദ ഹിന്ദു പത്രത്തിലെ മറ്റൊരു പ്രധാന വാർത്തയിലേക്ക് പോകാം. നമസ്കാരം. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് ഇന്ത്യയിലെ അസമത്വം ഒരു പുനർവിചിന്തനം എന്നതിനെക്കുറിച്ചാണ്. രാജ്യത്ത് അസമത്വം കൂടിക്കൊണ്ടിരിക്കുകയാണെന്നൊരു പൊതുവായ ധാരണയുണ്ടല്ലോ. അതിനെ ചോദ്യം ചെയ്യുന്ന ചില പുതിയ വിവരങ്ങളാണ് നമ്മളിന്ന് കുറച്ചുകൂടി ആഴത്തിൽ നോക്കാൻ പോകുന്നത്. കാര്യങ്ങൾ വേഗത്തിൽ മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്ന നിങ്ങൾക്ക്, പ്രത്യേകിച്ച് സിവിൽ സർവീസ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്ക് ഇത് വളരെ പ്രധാനപ്പെട്ട ഒന്നായിരിക്കും. അപ്പോൾ ആദ്യം തന്നെ ഈ വിഷയം UPSC പരീക്ഷയിൽ എവിടെയൊക്കെയാണ് വരുന്നത് എന്ന് നോക്കിയാലോ? തീർച്ചയായും. പ്രിലിംസിന് നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ എക്കോണമിയുടെ ഭാഗത്ത് വരുന്ന ദാരിദ്ര്യം, അസമത്വം, പിന്നെ ഈ ഗിനി ഗുണാങ്കം, HCS സർവേ, നികുതി, ക്ഷേമ പദ്ധതികൾ ഇതൊക്കെ പ്രധാനമാണ്. അതുപോലെ ലോകബാങ്ക്, വേൾഡ് ഇൻഇക്വാലിറ്റി ലാബ് അങ്ങനെയുള്ള റിപ്പോർട്ടുകളും ശ്രദ്ധിക്കണം. ഇനി മെയിൻസിലേക്ക് വന്നാൽ GS പേപ്പർ 1ൽ ദാരിദ്ര്യവും വികസന പ്രശ്നങ്ങളും ഇന്ത്യൻ സമൂഹത്തിന്റെ കാര്യങ്ങൾ അവിടെ വരാം. പിന്നെ GS പേപ്പർ 3ൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ, എല്ലാവരെയും ഉൾക്കൊള്ളുന്ന വളർച്ച, പിന്നെ ഗവൺമെന്റ് ബഡ്ജറ്റിംഗ്, ഇതിലൊക്കെ ഈ കണ്ടെത്തലുകൾ ഉപയോഗിക്കാം. ശരി. അപ്പോ ഈ പഠനത്തിലെ പ്രധാന വാദം എന്താണ്? നമ്മൾ സാധാരണ കേൾക്കുന്നതിൽ നിന്ന് ശരിക്കും വ്യത്യസ്തമാണോ ഇത്? അതെ, കുറച്ച് വ്യത്യാസമുണ്ട്. പ്രധാനമായിട്ടും ലോകബാങ്കിന്റെ റിപ്പോർട്ടും പിന്നെ ഏറ്റവും പുതിയ ഗാർഹിക ഉപഭോഗ ചെലവ് സർവേ, അതായത് HCS 2022-23, ഇത് വെച്ചിട്ടാണ് പറയുന്നത്. ഇന്ത്യയിൽ കടുത്ത ദാരിദ്ര്യം ഏതാണ്ട് ഇല്ലാതായി, അതുപോലെ ഉപഭോഗത്തിലെ അസമത്വം, അതായത് ആളുകൾ സാധനങ്ങൾ വാങ്ങുന്നതിലെ അന്തരം, അത് കുറഞ്ഞുവെന്നും ലേഖനം പറയുന്നു. ഓഹോ, കടുത്ത ദാരിദ്ര്യം ഇല്ലാതായെന്ന്. അത് വലിയൊരു കാര്യമാണല്ലോ. ഈ ഉപഭോഗത്തിലെ അസമത്വം കുറഞ്ഞു എന്ന് പറയുമ്പോൾ. അതെ, അതിനവര് ഗിനി ഗുണാങ്കം എന്നൊരു കണക്ക് പറയുന്നുണ്ട്. അത് 2011-12 കാലത്ത് 28.8 ആയിരുന്നത് ഇപ്പൊ 2022-23 25.5 കുറഞ്ഞു. ഇത് ശരിക്കും ശ്രദ്ധേയമായ ഒരു കുറവാണ്. പിന്നെ ഈ HCS ഡേറ്റ നോക്കിയാൽ സാധാരണക്കാരുടെ ഭക്ഷണരീതി മെച്ചപ്പെട്ടു.
പണ്ട് ധാന്യങ്ങൾക്കായിരുന്നു മുൻതൂക്കമെങ്കിൽ ഇപ്പൊ പാല്, മുട്ട, പഴങ്ങൾ അതൊക്കെ കൂടി. അതുപോലെ വീട്, വാഹനം പോലുള്ള ആസ്തികളുള്ളവരുടെ എണ്ണവും കൂടിയിട്ടുണ്ട് എന്നും ഡാറ്റ പറയുന്നു. അത് കൊള്ളാം. പക്ഷേ ഈ വേൾഡ് ഇൻഇക്വാളിറ്റി ലാബ് WIL അവരുടെ റിപ്പോർട്ടുകൾ പറയുന്നത് ഇന്ത്യയിൽ അസമത്വം കൂടുന്നു എന്നല്ലേ? അപ്പോൾ ഇത് രണ്ടും തമ്മിൽ ഒരു വൈരുദ്ധ്യമില്ലേ? നല്ല ചോദ്യമാണ്. ഈ ലേഖനം WIL റിപ്പോർട്ടിന്റെ ആ ഒരു രീതിശാസ്ത്രത്തെക്കുറിച്ചൊന്ന് ചോദ്യം ചെയ്യുന്നുണ്ട്. WIL പ്രധാനമായും നോക്കുന്നത് നികുതിക്ക് മുമ്പുള്ള വരുമാനമാണ്, പ്രീ ടാക്സ് ഇൻകം. ശരി. സർക്കാർ തരുന്ന സബ്സിഡി, റേഷൻ പോലുള്ള സഹായങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞുള്ള വരുമാനം നോക്കണം, അല്ലേ? അതിനാണ് പോസ്റ്റ് ടാക്സ്, പോസ്റ്റ് ട്രാൻസ്ഫർ ഇൻകം എന്ന് പറയുന്നത്. അതെ അതെ. അത് വെച്ചു നോക്കുമ്പോൾ വരുമാന അസമത്വം കുറഞ്ഞിട്ടുണ്ട് എന്നാണ് ഈ പഠനം വാദിക്കുന്നത്. എന്തിനധികം WILന്റെ ഡേറ്റയിൽ തന്നെ 2017നും 2022നും ഇടയിൽ ഏറ്റവും താഴെയുള്ള 50% പേരുടെ വരുമാന വിഹിതം കൂടുകയും ഏറ്റവും മുകളിലുള്ള 10% പേരുടേത് കുറയുകയും ചെയ്തിട്ടുണ്ട് എന്നും ഇവർ ചൂണ്ടിക്കാട്ടുന്നു. ഓക്കെ. അപ്പോൾ ഇവിടെ കുറച്ച് പ്രധാനപ്പെട്ട വാക്കുകൾ വരുന്നുണ്ട്. ഗിനി ഗുണാങ്കം, ഉപഭോഗാസമത്വം, വരുമാനാസമത്വം, HCS, MMRP, പിന്നെ ഈ പ്രീ ടാക്സ്, പോസ്റ്റ് ടാക്സ് വരുമാനം. ഇതൊക്കെ പ്രിലിംസിന് തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടി ഒന്നുകൂടി ലളിതമായിട്ട് പറയാമോ? പറയാം. ഉപഭോഗത്തിലെ അസമത്വം, കൺസംഷൻ ഇനീക്വാലിറ്റി, ഇത് സിംപിളായി പറഞ്ഞാൽ ഓരോ കുടുംബവും സാധനങ്ങൾക്കും സേവനങ്ങൾക്കും വേണ്ടി എത്ര രൂപ ചെലവാക്കുന്നു എന്നതിലെ വ്യത്യാസമാണ്. വരുമാനത്തിലെ അസമത്വം, ഇൻകം ഇനീക്വാലിറ്റി, ഇത് ആളുകൾക്ക് കിട്ടുന്ന വരുമാനത്തിലെ വ്യത്യാസം. ഇത് സാധാരണയായി ഉപഭോഗ അസമത്വത്തേക്കാൾ കൂടുതലായിരിക്കും. ഗിനി ഗുണാങ്കം, ജീനി കോഎഫിഷ്യന്റ്, ഇത് അസമത്വം അളക്കാനുള്ള സ്കെയില് പോലെയാണ്. 0 എന്ന് വെച്ചാൽ എല്ലാവർക്കും ഒരേപോലെ, പൂർണ്ണ സമത്വം. 1 എന്ന് വെച്ചാൽ ഒരാളുടെ കയ്യിലെല്ലാം, മറ്റുള്ളവർക്കൊന്നുമില്ല, പൂർണ്ണ അസമത്വം. അപ്പൊ ഈ നമ്പർ കുറയുന്നത് നല്ലതാണ്, അസമത്വം കുറയുന്നു എന്ന് കാണിക്കുന്നു. ഓക്കെ. HCS എന്ന് പറഞ്ഞാൽ സർക്കാർ നടത്തുന്ന കുടുംബ ഉപഭോഗ സർവേ ആണ്, ഹൗസ് ഹോൾഡ് കൺസംഷൻ എക്സ്പെൻഡിച്ചേഴ്സ് സർവേ. MMRP, മോഡിഫൈഡ് മിക്സ്ഡ് റെഫറൻസ് പീരിയഡ് എന്നത് ആ സർവേയിൽ വിവരങ്ങൾ ശേഖരിക്കാൻ ഉപയോഗിക്കുന്ന കുറച്ചുകൂടി മെച്ചപ്പെട്ടൊരു രീതിയാണ്. കൂടുതൽ കൃത്യത കിട്ടാൻ ഇത് സഹായിക്കും. പ്രീ ടാക്സ് വേഴ്സസ് പോസ്റ്റ് ടാക്സ് ട്രാൻസ്ഫർ ഇൻകം. നികുതി കൊടുക്കുന്നതിന് മുമ്പുള്ള വരുമാനമാണ് പ്രീ ടാക്സ്. നികുതിയും പിരിവുമൊക്കെ കഴിഞ്ഞ് സർക്കാരിൽ നിന്ന് കിട്ടുന്ന സഹായങ്ങൾ, സബ്സിഡി, റേഷൻ, നേരിട്ടുള്ള പണം, ഇതൊക്കെ കൂട്ടിക്കഴിഞ്ഞ് കയ്യിൽ കിട്ടുന്ന, ശരിക്കും ചെലവാക്കാൻ പറ്റുന്ന പണമാണ് പോസ്റ്റ് ടാക്സ്, പോസ്റ്റ് ട്രാൻസ്ഫർ ഇൻകം. ശരിക്കുള്ള ക്ഷേമം അളക്കാൻ രണ്ടാമത്തേതാണെന്നാണ് ഈ ലേഖനം പറയുന്നത്. വളരെ വ്യക്തമായി. ഇനിയിപ്പം മെയിൻസ് പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുമ്പോൾ ഈ 2 തരം വാദങ്ങളെ എങ്ങനെയാണ് നമ്മൾ കാണേണ്ടത്? ഒരു ഭാഗത്ത് അസമത്വം കൂടുന്നു എന്ന് പറയുന്നു, ഇവിടെ കുറയുന്നുവെന്നും. അത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. ഒരു UPSC പഠിതാവ് എന്ന നിലയ്ക്ക് ഈ 2 വാദഗതികളും നമ്മൾ അറിഞ്ഞിരിക്കണം. പൊതുവെയുള്ളൊരു സംസാരം, അല്ലെങ്കിൽ ഡോമിനന്റ് നറാറ്റീവ് എന്ന് പറയാവുന്നത്, WIL ഡേറ്റ വെച്ചിട്ടോ അസമത്വം കൂടുന്നു, സാമ്പത്തിക വളർച്ചയുടെ ഗുണം താഴെത്തട്ടിലെത്തുന്നില്ല എന്നൊക്കെയാണ്. പക്ഷെ നമ്മളിപ്പോൾ ചർച്ച ചെയ്ത ഈ ലേഖനം HCES ഡേറ്റ ഉപയോഗിച്ച് ഒരു കൗണ്ടർ നെറാറ്റീവ്, ഒരു മറുവാദം മുന്നോട്ട് വയ്ക്കുന്നു. ഉപഭോഗ അസമത്വം കുറഞ്ഞു, ദാരിദ്ര്യം ഏതാണ്ടില്ലാതായി എന്നൊക്കെ. അപ്പൊ നിങ്ങളുടെ ഉത്തരങ്ങളിൽ ഒരു ബാലൻസ്ഡ് വ്യൂ, ഒരു സമതുലിതമായ കാഴ്ചപ്പാട് വേണം. അതായത് ഏതെങ്കിലും ഒന്നിന്റെ കൂടെ നിൽക്കാതെ. അതെ, ഒരേ വിഷയത്തെ തന്നെ വ്യത്യസ്ത ഡേറ്റയും രീതികളും വെച്ച് എങ്ങനെ പല രീതിയിൽ വ്യാഖ്യാനിക്കാം എന്ന് മനസ്സിലാക്കണം. ഉദാഹരണത്തിന്, സർക്കാർ നേരിട്ട് കൊടുക്കുന്ന സഹായങ്ങൾ കാരണം ഈ ഉപഭോഗത്തിലെ അസമത്വം ഒരുപക്ഷെ കുറഞ്ഞിട്ടുണ്ടാകാം. പക്ഷെ വിദ്യാഭ്യാസം, ആരോഗ്യം, നല്ല ജോലി കിട്ടാനുള്ള അവസരങ്ങൾ, ഇതിലൊക്കെയുള്ള അസമത്വം ഇപ്പോഴും വലിയ പ്രശ്നമായിട്ട് നിൽക്കുന്നുണ്ടല്ലേ? ശരിയാണ്. അപ്പോ നമുക്ക് കൃത്യമായ, വിശ്വസനീയമായ ഡേറ്റ വേണം. ക്ഷേമപദ്ധതികൾ മാത്രം പോരാ. ഘടനാപരമായ മാറ്റങ്ങൾ, അതായത് നികുതി ഘടന, തൊഴിൽ നയങ്ങൾ, വിദ്യാഭ്യാസ ആരോഗ്യരംഗത്തെ മാറ്റങ്ങൾ, ഇവയൊക്കെ വേണം എന്ന രീതിയിൽ ഉത്തരങ്ങൾ ക്രമീകരിക്കാം. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇന്ത്യയിലെ അസമത്വത്തെക്കുറിച്ചുള്ള ചർച്ചകൾ അത്ര ലളിതമല്ല. ഏത് കണക്കെടുക്കുന്നു, എങ്ങനെ അളക്കുന്നു എന്നതിനനുസരിച്ച് ചിത്രം മാറും. കിട്ടുന്ന വിവരങ്ങളെ നമ്മൾ കുറച്ചുകൂടി സൂക്ഷ്മമായി, വിമർശനാത്മകമായിട്ട് പരിശോധിക്കണം, അല്ലേ? തീർച്ചയായും.
ഒരു ഡേറ്റ ഒരു കഥ പറയുമ്പോൾ ചിലപ്പോൾ വേറൊരു ഡേറ്റ വെച്ച് നോക്കിയാൽ വേറൊരു കഥയായിരിക്കും കാണുന്നത്. വളരെ നന്നായി വിശദീകരിച്ചു. അപ്പോൾ ഈ വിഷയത്തിൽ നമുക്ക് ഇത്രയും മതിയാകുമെന്ന് തോന്നുന്നു. അടുത്തതായി നമുക്ക് ദ ഹിന്ദു പത്രത്തിലെ മറ്റൊരു പ്രധാന വാർത്തയിലേക്ക് കടക്കാം. നമസ്കാരം, ദ ഡീപ് ഡൈവിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ദ ഹിന്ദു പത്രത്തിലെ ഒരു പ്രധാന വാർത്തയാണ് കുറച്ചുകൂടി ആഴത്തിൽ നോക്കുന്നത്. നമസ്കാരം. ലോകാരോഗ്യ സംഘടനയുടെ, അതായത് WHO-യുടെ മഹാമാരി ഉടമ്പടി അമേരിക്ക നിരസിച്ചു എന്നുള്ളതാണ് വാർത്ത. അതെ, വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവ വികാസമാണത്. ഇത് ഭാവിയിലെ മഹാമാരികളെ നേരിടാനുള്ള ആഗോള ശ്രമങ്ങളെ എങ്ങനെ ബാധിക്കും? പ്രത്യേകിച്ച് ഇന്ത്യയുടെ കാഴ്ചപ്പാടിൽ എന്താണ് പ്രസക്തി? ഇതൊക്കെ നമുക്കൊന്ന് പരിശോധിക്കാം. നിങ്ങൾക്ക് ഇത് സംബന്ധിച്ചൊരു വ്യക്തമായ ചിത്രം നൽകാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. തീർച്ചയായും. നമുക്ക് ആദ്യം ഇതിൻ്റെ ഒരു UPSC പ്രസക്തി നോക്കാം, അല്ലേ? അതെ, അതെപ്പോഴും പ്രധാനമാണല്ലോ. പ്രിലിംസ് തലത്തിൽ നോക്കുവാണെങ്കിൽ ഇത് അന്താരാഷ്ട്ര ബന്ധങ്ങൾ എന്ന ഭാഗത്ത് വരും. WHO പോലുള്ള സംഘടനകൾ, അന്താരാഷ്ട്ര ഉടമ്പടികൾ, പിന്നെ ആരോഗ്യം സംബന്ധിച്ച വിഷയങ്ങൾ, മഹാമാരി പ്രതിരോധം, വാക്സിനുകൾ, ഇതൊക്കെ. ശരി. അതുപോലെ സമകാലിക സംഭവങ്ങൾ എന്ന നിലയ്ക്കും പ്രാധാന്യമുണ്ട്. ഇനി മെയിൻസിലേക്ക് കടന്നാൽ GS പേപ്പർ 2 ആണ് പ്രധാനം. GS പേപ്പർ 2-ൽ എവിടെയൊക്കെ വരും? പ്രധാന അന്താരാഷ്ട്ര സ്ഥാപനങ്ങൾ, അവയുടെ ഘടന, ലക്ഷ്യങ്ങൾ, പിന്നെ ഈ വികസിത രാജ്യങ്ങളുടെ നയങ്ങൾ ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങളെ എങ്ങനെ ബാധിക്കുന്നു എന്ന ഭാഗം, അതോടൊപ്പം സാമൂഹിക നീതിയുടെ ഭാഗമായി വരുന്ന ആരോഗ്യ സേവനങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, ഇതിലെല്ലാം ഇത് ബന്ധിപ്പിക്കാവുന്നതാണ്. വളരെ ശരിയാണ്. അപ്പോ നമുക്ക് വാർത്തയുടെ ഉള്ളടക്കത്തിലേക്ക് കടക്കാം. എന്താണ് സംഭവിച്ചത്? WHO അംഗരാജ്യങ്ങൾ ഒരുമിച്ചൊരു ഉടമ്പടി ഉണ്ടാക്കി. അതെ, കോവിഡ് പോലുള്ള മഹാമാരികൾ ഭാവിയിൽ വന്നാൽ ഒരുമിച്ച് നേരിടാൻ. ഇത് നിയമപരമായി ബാധ്യതയുള്ളൊരു ഉടമ്പടിയാണ്. ലീഗലി ബൈൻഡിംഗ് എന്ന് പറയും. ഓഹോ. പക്ഷേ അമേരിക്ക ഇതിൽ പങ്കുചേരുന്നില്ല. തങ്ങൾക്ക് ബാധകമല്ലാന്ന് പറഞ്ഞ് നിരസിച്ചു. ഇതെപ്പോഴാണ് അംഗീകരിച്ചത്? ഈ കഴിഞ്ഞ മെയ് മാസത്തിൽ ജനീവയിൽ വച്ചാണ് ഇത് അംഗീകരിക്കപ്പെട്ടത്. എന്തായിരുന്നു ഇതിന്റെ പ്രധാന ലക്ഷ്യം? കോവിഡ് സമയത്തെ പ്രശ്നങ്ങൾ ഒഴിവാക്കാനായിരുന്നോ? അതുതന്നെ പ്രധാന ലക്ഷ്യം. അടുത്തൊരു മഹാമാരി വരുമ്പോൾ വാക്സിനുകൾ, മരുന്നുകൾ, പിന്നെ ടെസ്റ്റിംഗ് കിറ്റുകളൊക്കെ ലോകത്തെല്ലായിടത്തും ന്യായമായിട്ട്, തുല്യമായിട്ട് എത്തിക്കുക എന്നതാണ്. ഇക്വിറ്റബിൾ ആക്സസ് എന്ന് പറയും. അതിന് എന്തെങ്കിലും വ്യവസ്ഥയുണ്ടായിരുന്നോ? എങ്ങനെയാണിത് ഉറപ്പാക്കുക? ഉണ്ടായിരുന്നു. ഒരു പ്രധാന വ്യവസ്ഥ, മരുന്ന് നിർമ്മാതാക്കൾ അവരുടെ ഉൽപ്പന്നങ്ങളുടെ ഒരു നിശ്ചിത ശതമാനം, അതായത് 20%, WHO-ക്ക് നൽകണമെന്നായിരുന്നു. എന്തിനു വേണ്ടി? അത് WHO വഴി ആവശ്യമുള്ള, പ്രത്യേകിച്ച് പാവപ്പെട്ട രാജ്യങ്ങൾക്ക് വിതരണം ചെയ്യാൻ. പക്ഷെ അമേരിക്ക എന്തുകൊണ്ടാണ് ഇതിനെ എതിർത്തത്? ട്രംപ് ഭരണകൂടം നേരത്തെ WHO-ൽ നിന്ന് പിന്മാറാൻ ശ്രമിച്ചിരുന്നല്ലോ. അതുമായി ബന്ധമുണ്ടോ? തീർച്ചയായും ബന്ധമുണ്ട്. അന്നത്തെ ആ പിന്നാറ്റ നടപടികൾ ചൂണ്ടിക്കാട്ടി ഈ പുതിയ ഉടമ്പടി തങ്ങളെ ബാധിക്കില്ല എന്നവർ പറയുന്നു. അതൊരു കാരണമാണ്. വേറെ കാരണങ്ങൾ? പിന്നെ ഈ ഉടമ്പടി WHO-ക്ക് കൂടുതൽ അധികാരങ്ങൾ നൽകുന്നു, സംഘടന ആരോഗ്യകാര്യങ്ങൾ വിട്ട് രാഷ്ട്രീയത്തിൽ കൂടുതൽ ശ്രദ്ധിക്കുന്നു എന്നൊക്കെയുള്ള ചില വിമർശനങ്ങളും അമേരിക്ക ഉന്നയിക്കുന്നുണ്ട്. ഓഹോ. അപ്പൊ ഈ വിഷയത്തിലെ ചില അടിസ്ഥാന കാര്യങ്ങൾ, താങ്കൾ നേരത്തെ സൂചിപ്പിച്ച ആ കോർ കോൺസെപ്റ്റുകൾ ഒന്ന് വ്യക്തമാക്കാമോ? ഈ മഹാമാരി ഉടമ്പടി എന്ന് പറഞ്ഞാല്? തീർച്ചയായും. ഈ WHO മഹാമാരി ഉടമ്പടി, അല്ലെങ്കിൽ WHO പാൻഡമിക് അക്കോർഡ് എന്ന് പറയുന്നത് കോവിഡ് നമുക്ക് നൽകിയ അനുഭവങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുണ്ടാക്കിയതാണ്. ലക്ഷ്യങ്ങൾ 3 ഭാവിയിലെ മഹാമാരികളെ തടയുക, അതിനായി തയ്യാറെടുക്കുക, ഇനി അഥവാ ഉണ്ടായാൽ അതിനെ ഒരുമിച്ച് തുല്യമായി പ്രതികരിക്കുക. ഇതിൽ പ്രധാനപ്പെട്ട ഒരു വാക്ക് വാക്സിൻ ദേശീയത ഒഴിവാക്കുക എന്നതാണെന്ന് കേട്ടു. അതെ, വാക്സിൻ നാഷണാലിസം. അത് കോവിഡ് സമയത്ത് നമ്മൾ ധാരാളം കേട്ടതാണ്. എന്താണിത് കൃത്യമായി? വളരെ ലളിതമാണ്. ഓരോ രാജ്യവും സ്വന്തം ജനങ്ങൾക്ക് മാത്രം മുൻഗണന കൊടുത്ത് ആവശ്യത്തിലധികമായി വാക്സിനുകളും മരുന്നുകളും സ്റ്റോക്ക് ചെയ്യുന്നൊരു രീതി. അത് കാരണം മറ്റുള്ളവർക്ക് കിട്ടാതെ വരും. കൃത്യമായി. പ്രത്യേകിച്ച് വികസന രാജ്യങ്ങൾക്ക്, പാവപ്പെട്ട രാജ്യങ്ങൾക്ക്. ഈ ഉടമ്പടി അത്തരമൊരു അവസ്ഥ ഒഴിവാക്കാൻ ലക്ഷ്യമിടുന്നു. പിന്നെ WHO നിങ്ങൾക്കറിയാമല്ലോ, ഐക്യരാഷ്ട്രസഭയുടെ ആരോഗ്യത്തിനായുള്ള പ്രത്യേക ഏജൻസി, ജനീവ ആസ്ഥാനം. ആ, തുല്യമായ ലഭ്യത എന്നതും ഇതിലെ പ്രധാന ആശയം തന്നെയല്ലേ? അതെ, എക്വിറ്റബിൾ ആക്സസ്. പ്രതിസന്ധി ഘട്ടങ്ങളിൽ ആരോഗ്യ ഉൽപ്പന്നങ്ങൾ, അത് വാക്സിനോ മരുന്നോ എന്തുമാകട്ടെ, എല്ലാ രാജ്യങ്ങൾക്കും ന്യായമായും സമയബന്ധിതമായും ലഭ്യമാക്കുക എന്ന തത്വം. ശരി. അപ്പോൾ ഈ ആശയങ്ങളെല്ലാം വ്യക്തമായി. ഇനി നമുക്കിതിന്റെ പ്രത്യാഘാതങ്ങളിലേക്ക് വരാം.
അമേരിക്ക ഇതിൽ നിന്ന് മാറി നിൽക്കുന്നത് ഇന്ത്യയെയും മറ്റു ഗ്ലോബൽ സൗത്ത് രാജ്യങ്ങളെയും എങ്ങനെ ബാധിക്കും? ഇത് മെയിൻസ് പരീക്ഷയ്ക്ക് പ്രധാനപ്പെട്ടൊരു ഭാഗമാണെന്ന് തോന്നുന്നു. തീർച്ചയായും ഇത് ഗൗരവമായി കാണേണ്ട കാര്യമാണ്. നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, കോവിഡ് സമയത്ത് വാക്സിൻ ഉണ്ടാക്കാൻ ആവശ്യമായ അസംസ്കൃത വസ്തുക്കൾ കിട്ടാൻ ഇന്ത്യയടക്കം പല രാജ്യങ്ങളും എത്ര ബുദ്ധിമുട്ടിയെന്ന്. ശരിയാണ്. അതിനൊരു പ്രധാന കാരണം ഈ പറഞ്ഞ വാക്സിൻ ദേശീയതയായിരുന്നു. അപ്പോ ഈ തുല്യമായ ലഭ്യത ഉറപ്പാക്കുന്നൊരുടമ്പടി യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ താൽപ്പര്യങ്ങൾക്ക് അനുകൂലമാണ്. പുതിയ സാങ്കേതിക വിദ്യകൾ, ആരോഗ്യ ഉൽപ്പന്നങ്ങൾ ഇതൊക്കെ എളുപ്പത്തിൽ ലഭ്യമാക്കാൻ ഇത് സഹായിക്കുമായിരുന്നു. അപ്പോ അമേരിക്കയുടെ ഈ തീരുമാനം ആ ഒരു ആഗോള സഹകരണ സംവിധാനത്തെ ദുർബലപ്പെടുത്തും എന്ന് പറയാമല്ലേ? നിശ്ചയമായും ഇത് ആ ഒരു ആഗോള ചട്ടക്കൂടിനെ ദുർബലപ്പെടുത്തുന്നു. ഇത് ഇന്ത്യയെയും മറ്റ് ഗ്ലോബൽ സൗത്ത് രാജ്യങ്ങളെയും ഒരുപക്ഷെ ആത്മനിർഭരത അഥവാ സ്വയം പര്യാപ്തത വർദ്ധിപ്പിക്കാനും പിന്നെ പ്രാദേശിക തലത്തിലുള്ള സഹകരണം കൂട്ടാനും കൂടുതൽ പ്രേരിപ്പിക്കും. ഈ ഉടമ്പടിയുടെ ഗുണങ്ങൾ നമ്മളിപ്പോൾ ചർച്ച ചെയ്തു. തുല്യലഭ്യത, സഹകരണം ഒക്കെ. ഇതിന് ദോഷവശങ്ങൾ അല്ലെങ്കിൽ വെല്ലുവിളികൾ എന്തൊക്കെയാണ്? നല്ല ചോദ്യമാണ്. ചില വെല്ലുവിളികളുണ്ട്. ഒന്ന്, അമേരിക്ക ഉന്നയിച്ച പോലുള്ള ആശങ്കകൾ, രാജ്യങ്ങളുടെ പരമാധികാരം സംബന്ധിച്ചത്. ഈ ഉടമ്പടി അതിൽ ഇടപെടുന്നു എന്ന വാദം. പിന്നെ നിർമ്മാതാക്കളോട് ഈ 20% നിർബന്ധമായി മാറ്റിവെക്കാൻ പറയുന്നത് അവരുടെ ഗവേഷണത്തെയും പുതിയ മരുന്ന് കണ്ടുപിടുത്തങ്ങളെയുമൊക്കെ പിന്നോട്ടടിക്കുമോ എന്നൊരു ചിന്ത ഫാർമാ വ്യവസായത്തിനുണ്ട്. അത് ശരിയാണ്. ഏറ്റവും പ്രധാനം, ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയും ഫാർമസ്യൂട്ടിക്കൽ രംഗത്തെ പ്രധാനിയുമായ അമേരിക്ക ഇല്ലാത്തൊരുടമ്പടിക്ക് എത്രത്തോളം പ്രായോഗികമായ ശക്തിയുണ്ടാകുമെന്നുള്ളതാണ്. അത് വലിയൊരു ചോദ്യം തന്നെയാണ്. അപ്പോ ഈയൊരു സാഹചര്യത്തിൽ ഇന്ത്യ എന്താണ് ചെയ്യേണ്ടത്? ഇന്ത്യയുടെ മുന്നോട്ടുള്ള വഴി എന്തായിരിക്കണം? ഇന്ത്യയ്ക്ക് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാം. ഒന്ന്, ആരോഗ്യരംഗത്ത് ആത്മനിർഭരത, സ്വയം പര്യാപ്തത ശക്തിപ്പെടുത്തുക. അതായത് നമ്മുടെ സ്വന്തം വാക്സിൻ, ഫാർമ ഉൽപ്പാദനം, ഗവേഷണം, രോഗനിരീക്ഷണ സംവിധാനങ്ങൾ ഒക്കെ മെച്ചപ്പെടുത്തുക. ഓക്കെ. 2, ഗ്ലോബൽ സൗത്ത് രാജ്യങ്ങളുമായിട്ടുള്ള സഹകരണം ശക്തിപ്പെടുത്തി ഈ തുല്യമായ ലഭ്യതയ്ക്ക് വേണ്ടി അന്താരാഷ്ട്ര വേദികളിൽ WHO-യിലും മറ്റു ഫോറങ്ങളിലും ശക്തമായി വാദിക്കുന്നത് തുടരുക. പ്രാദേശിക സഹകരണത്തിന് സാധ്യതയുണ്ടോ? തീർച്ചയായും. ബ്രിക്സ്, ക്വാഡ്, ആസിയാൻ പോലുള്ള പ്രാദേശിക അല്ലെങ്കിൽ ഉഭയകക്ഷി സഹകരണങ്ങൾ ആരോഗ്യരംഗത്തേക്ക് കൂടി വ്യാപിപ്പിക്കുന്നത് നല്ലതാണ്. പിന്നെ അമേരിക്ക പിന്മാറിയെങ്കിലും WHO-യുമായുള്ള സഹകരണം നമ്മൾ തുടരണം. ആ സംഘടനയെ ശക്തിപ്പെടുത്താനുള്ള ശ്രമങ്ങളിൽ പങ്കാളിയാകണം. അപ്പോ ഇതൊരു വെല്ലുവിളിയാണെങ്കിലും ഇന്ത്യക്ക് സ്വന്തം കഴിവുകൾ വർദ്ധിപ്പിക്കാനുള്ള ഒരു അവസരം കൂടിയായി ഇതിനെ കാണാം, അല്ലേ? അതെ, തീർച്ചയായും. നമ്മുടെ ആരോഗ്യ സംവിധാനങ്ങളെയും ഗവേഷണങ്ങളെയും ശക്തിപ്പെടുത്താനുള്ള ഒരു പ്രചോദനം കൂടിയാണ് ഈ സാഹചര്യം. ഇന്നത്തെ ഈ വിശദമായ ചർച്ച നിങ്ങൾക്കെല്ലാവർക്കും പ്രയോജനപ്പെട്ടു എന്ന് കരുതുന്നു. അമേരിക്കയുടെ ഈ നിലപാടും അതിന്റെ പ്രത്യാഘാതങ്ങളും ഇന്ത്യയുടെ കാഴ്ചപ്പാടുമെല്ലാം നമ്മൾ ചർച്ച ചെയ്തു. ഈ വിഷയങ്ങൾ ഇന്ന് തന്നെ ഒന്നുകൂടി ഓർക്കുന്നത് നല്ലതാണ്. അതെ, പുനർവായന ഓർമ്മയിൽ സൂക്ഷിക്കാൻ സഹായിക്കും. നാളെ പുതിയ വിഷയങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും ആശംസകൾ. നന്ദി.